ഹലോ എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 1.1 ആണ് ഡിസ്കസ് ചെയ്തത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ദ ഇറാഷണൽ നമ്പേഴ്സ്. നമ്മളിവിടെ മെയിനായിട്ട് റൂട്ട് 2ൻ്റെ ഇറാഷണാലിറ്റിയെ പറ്റി പ്രൂവ് ചെയ്യിക്കുകയുണ്ടായി. റൈറ്റ്? ഓക്കെ. സോ ഇന്ന് നമ്മൾ റിയൽ അനാലിസിസ് പഠിക്കാൻ ആവശ്യമായ ചില പ്രിലിമിനറീസ് പഠിക്കാൻ പോവാണ്. സോ സം പ്രിലിമിനറീസ്. സോ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ കാണും. അതെന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ ലിസ്റ്റ് ചെയ്യാം. സോ വി വിൽ ജസ്റ്റ് റിവൈസ് ദ കൺസെപ്റ്റ് ഓഫ് സെറ്റ്സ് ആൻഡ് സം ഓപ്പറേഷൻസ്. ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ഫങ്ഷൻസ്, സം പെർട്ടിക്കുലർ എക്സാമ്പിൾസ്. നമ്മൾ കാണാത്ത 2 എക്സാമ്പിൾ ഉണ്ടാവും. Then we will discuss logics and proof. Then about induction. Induction is actually a method of proof, alle? Method of proof. So idella namukku familiar aanu ee words, right? Okay. So set, we all know what is a set, right? Set is a well defined collection of objects, right? So it is a well defined collection of objects, right? So well defined എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എലമെൻറ്റും ഒരു സെറ്റും തന്നാൽ ആ എലമെൻ്റ് ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെറ്റ് എഴുതുകയാണ്. സെറ്റ് 1 2 4 101 and 37 ഫോർ എക്സാമ്പിൾ. സോ എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 3 സെറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ നോ, റൈറ്റ്? 3 ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയാം. 4 ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ് ബിലോങ്സ് ടു എന്ന് പറയാം, റൈറ്റ്? സോ വിച്ച് മീൻസ് എ ഇസ് വെൽ ഡിഫൈൻഡ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്, റൈറ്റ്? സോ വാട്ട് ഇസ് എ സെറ്റ്? ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ്. സോ ഇതാണ് സെറ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പിന്നെ ഈ നൊട്ടേഷൻസ് നിങ്ങൾക്കറിയാം. എക്സ് ബിലോങ്സ് ടു എ, എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ, റൈറ്റ്? ഓക്കെ. ഇനി നമുക്ക് സെറ്റിൻ്റെ ചില ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്. ഓപ്പറേഷൻസ് ഓൺ ദ സെറ്റ്സ്, റൈറ്റ്? ഓക്കെ. സോ ഒന്നാമത് യൂണിയൻ, റൈറ്റ്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എന്ന് വെച്ചാൽ എയിലുള്ളതോ അല്ലെങ്കിൽ ബിയിലുള്ളതോ, രണ്ടിലും ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, അത് എ യൂണിയൻ ബിയിൽ വരും. സിമ്പിൾ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു പോവാം. 135 ബി എന്ന് പറയുന്നത് 234, റൈറ്റ്? സോ വാട്ട് ഈസ് എ യൂണിയൻ ബി? എയിലുള്ളതോ അല്ലെങ്കിൽ ബിയിലുള്ളതോ എന്നാണ്, റൈറ്റ്? 1 അത് എയിലുണ്ട്, 2 ബിയിലുണ്ട്, 3 രണ്ടിലും ഉണ്ട്, സോ അതും വരും. 4 5, റൈറ്റ്? സോ ഇവിടെ 3 ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം എയിലോ ബിയിലോ ഉള്ളത് മാത്രമല്ല, രണ്ടിലും ഉള്ളതും നമ്മൾ എടുക്കും. സോ 3 ബിലോങ്സ് ടു എ യൂണിയൻ ബി. ഓക്കെ. സോ ഇത് ഇൻക്ലൂസീവ് ഓർ ആണ്. ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ഓറിൽ നമുക്ക് 3 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? കാരണം അത് രണ്ടിലും ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞത്. സോ നമ്മൾ സാധാരണ എ യൂണിയൻ ബിയിൽ രണ്ടിലും ഉള്ള എലമെൻസിനെയും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് എ യൂണിയൻ ബി ഇസ്. നൗ what about A intersection B? Now A intersection B means set of all x such that x belongs to A and x belongs to B. അതേ എക്സാമ്പിൾ എടുക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടിലും ഉള്ളതായിരിക്കണം. സോ നമ്മൾ ഈ കൺസിഡർ ചെയ്ത് ഈ 2 സെറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി? രണ്ടിലും ഉള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് 3 ആണ്. സിംഗിൾട്ടൺ സെറ്റ് 3, റൈറ്റ്? സോ സെറ്റ് 3 is the answer. ഓക്കെ. Now A complement. A complement എന്ന് എപ്പോഴും പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാവും, റൈറ്റ്? ഒരു യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ വെൻ ഡയഗ്രത്തിലൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് is a set that contains all the subsets, right? So if this is a universal set, A is somewhere here, right? So what is A complement? A complement എന്ന് വെച്ചാൽ ഇതാണ്, അല്ലേ? This is A complement, this is A.
A കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതിനെയാണ് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ യു അണ്ടർസ്റ്റുഡ് ദി ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. ഇനി നമുക്ക് ദ വേ ഓഫ് എക്സ്പ്രസിങ്, ഇത് എളുപ്പമാണ്. എക്സ്പ്രഷൻ ഓഫ് എ സെറ്റ്. There are many ways to express a set. It can be expressed in words, right? Which are A being a set of even numbers, right? അങ്ങനെ വേണം എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. സപ്പോസ് 1 3 5 7 9 ഇതെന്താ? ലിസ്റ്റിംഗ് ഓഡ് നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? Then you can provide a rule, right? C എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണെന്ന് വിചാരിക്കുക. ഇത് ആക്ച്വലി ആരാണ്? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഹൂസ് സ്ക്വയർ ഇസ് പോസിറ്റീവ് ഓർ 0. ഇത് ആക്ച്വലി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണല്ലേ? കാരണം റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എപ്പോഴും പോസിറ്റീവോ 0 ആയിരിക്കും. അത് നെഗറ്റീവ് ആകുമ്പോഴാണ് അതിനെ കോംപ്ലക്സ് എന്ന് പറയുന്നത്, റിയൽ അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണിത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി വേറൊരു സെറ്റ് എടുക്കാം. എസ് ഇസ് ഈക്വൽ ടു, അവിടെ നമ്മൾ റൂൾ ഡിഫൈൻ ചെയ്യാം. ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആർ ബിലോങ്സ് ടു ക്യൂ. ക്യൂ ഇസ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, റൈറ്റ്? സച്ച് ദാറ്റ് ആർ സ്ക്വയർ ലെസ് ദാൻ 2. ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് എസിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 എസിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, 1 എസിലുണ്ട്. കാരണം 1ൻ്റെ സ്ക്വയർ 1 ആണ്, അത് 2-നേക്കാളും ചെറുതാണ്. 4/3 ഉണ്ടോ എന്ന് ചോദിച്ചാൽ 4/3 ഓൾസോ ബിലോങ് ടു എസ്, റൈറ്റ്? 2-നേക്കാളും ചെറുതാണല്ലോ 4/3യുടെ സ്ക്വയർ, തീർച്ചയായിട്ടും. 3/2 അതിൻ്റെ 3/2 ഡസ് നോട്ട് ബിലോങ്സ് ടു എസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം 3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ് അല്ലേ? സോ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു എസ്. വി ക്യാൻ എക്സ്പ്രസ് എ സെറ്റ് ഇൻ വേരിയസ് വേസ്, ഇൻ വേർഡ്സ്, by listing or by providing a rule. ഇനി ചില എക്സാമ്പിൾസ് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സോ വാട്ട് ഇസ് ഇൻ്റർസെക്ഷൻ? വാട്ട് ഇസ് n യൂണിയൻ സേ എ? എന്ന് പറയുന്നത് എന്താ? ഈവൻ ഇൻറ്റിജേഴ്സ് ആയിരുന്നു അല്ലേ? ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് n. സോ n യൂണിയൻ എ ഇസ് n ബിക്കോസ് ഈവൻ നമ്പേഴ്സ് യൂണിയൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൽ കണ്ടെയ്ൻഡ് ആണ്. അതുപോലെ n ഇൻ്റർസെക്ഷൻ എ ആണെങ്കിലോ അത് എ ആയിരിക്കും, റൈറ്റ്? ഓക്കെ, പിന്നെ n, വാട്ട് അബൌട്ട് n ഇൻ്റർസെക്ഷൻ എസ്? അത് നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അത് 1 മാത്രമേ ഉള്ളൂ, റൈറ്റ്? 1ൻ്റെ സ്ക്വയർ മാത്രം, 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, അത് 2-നേക്കാളും ചെറുതാണ്. അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ, റൈറ്റ്? ഓക്കെ, സോ n ഇൻ്റർസെക്ഷൻ എസ് ഇസ് 1. നൗ വാട്ട് അബൌട്ട് a ഇൻ്റർസെക്ഷൻ എസ്? എന്ന് പറയുന്ന ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? ഇറ്റ്സ് ആക്ച്വലി 5. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായി കാണും, റൈറ്റ്? ഓക്കെ, നൗ ദ കൺസെപ്റ്റ് ഓഫ് എംപ്റ്റി സെറ്റ്, അല്ലെങ്കിൽ അതിനെ നൾ സെറ്റ് എന്ന് പറയും, റൈറ്റ്? എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ്. എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ്, റൈറ്റ്? ഇനി ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? Disjoint sets, right? A and B are disjoint if A intersection B is equal to 5. എന്ന് വെച്ചാൽ രണ്ട് സെറ്റുകൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അവർക്ക് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിസ്ജോയിൻ്റ് എന്ന് പറയും. പിന്നെ സബ്സെറ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. സബ്സെറ്റ് മീൻസ് A is a subset of B means what? It means every element of A is in B, right? B element of A എന്ന് പറഞ്ഞാൽ similarly, right? Every element of B is in A, right? Now A equal to B എന്നെപ്പോഴാണ് പറയുന്നത്? It happens if and only if A is a subset of B and B is a subset of A. So A Bയുടെ സബ്സെറ്റും B Aയുടെ സബ്സെറ്റും ആകുമ്പോൾ നമ്മൾ A is equal to B എന്ന് പറയും. അതായത് രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് എഫ് A1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ 1 2 3 4 എക്സെട്ര എന്ന് പറയാം.
A2 എന്ന് പറയുന്നത് അത് നമുക്ക് 2 ഇന്ന് തുടങ്ങാം. 2, 3, 4, 5 എക്സെട്ര, റൈറ്റ്? ഓക്കെ, A3 എന്ന് പറയുന്നത് 3യിൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്ന്, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ ജനറലി നമുക്ക് ANനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും? AN സ്റ്റാർട്ട്സ് വിത്ത് n, റൈറ്റ്? n+1, n+2, n+3 എക്സെട്ര, റൈറ്റ്? ഓക്കെ, n+2, n+3 എക്സെട്ര. Now ഈ ഒരു നൊട്ടേഷൻ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നൊട്ടേഷൻ, അതായത് യൂണിയൻ n is equal to 1 to infinity an എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് പോലെ സിഗ്മ നൊട്ടേഷനെ നമ്മൾ n is equal to 1 to 8 എന്നും ഇൻഫിനിറ്റി എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം, സം ചെയ്തു പോവുകയാണെന്നല്ലേ. സോ ആ സമ്മിന് പകരം ഇപ്പോൾ യൂണിയനാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ സെയിം മീനിങ് വരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? A1, റൈറ്റ്? ഫസ്റ്റ് എലമെൻറ്റ് A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ എക്സെട്ര. കാരണം ഇൻഫിനിറ്റി ആണല്ലോ, റൈറ്റ്? ഇതിനെ മറ്റൊരു രീതി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, വിച്ച് ഈസ് യൂണിയൻ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് an എന്ന് പറഞ്ഞാലും മതി. സോ n ബിലോങ്സ് ടു n എന്ന് പറയുന്നതും n വേരീസ് ഫ്രം 1 to infinity എന്ന് പറയുന്നതും സെയിം തിങ്. ഓക്കെ, നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, what is union n is equal to 1 to infinity an in this case? ഇവിടെ നമുക്കറിയാം A1 എന്താണ്, A2 എന്താണ്, A3 എന്താണെന്നുള്ളത് നമുക്കറിയാം. സോ ഈ സെറ്റുകളുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ what will you get? ഒരു ഒബ്സർവേഷൻ നമുക്ക് വേണം നടത്താം. A2 A1ൻ്റെ സബ്സെറ്റാണ്, A3 A2ൻ്റെ സബ്സെറ്റാണ്, A4 A3യുടെ സബ്സെറ്റാണ്. അപ്പോൾ ചെറുതായി വരികയാണ് അല്ലേ. സോ വാട്ട് വിൽ ഗിവ് യു their union? That will be A1, right, which is our natural numbers, right? Now next question is, what about the intersection? Intersection n is equal to 1 to infinity an എന്ന് പറയുന്നത് എന്തായിരിക്കും? common to all of them. ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ it is actually 5. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഈ കേസിൽ ഇൻ്റർസെക്ഷൻ n is equal to 1 to infinity an എന്ന് പറയുന്നത് 5. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് show how that happened. ഓക്കെ, അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സപ്പോസ് m is an element of intersection n is equal to 1 to infinity an. അപ്പോൾ m എന്ന് പറയുന്നത് ഈ സെറ്റുകളുടെ എല്ലാം ഇൻ്റർസെക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും m എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും ബൈ ഡെഫിനിഷൻ, റൈറ്റ്? ഓക്കെ, എന്നാലൊരു പ്രശ്നമുണ്ട്. m ഒരിക്കലും m+1 ഉണ്ടാകത്തില്ല. കാരണം m+1 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിനകത്താണ്? m+1 m+2 എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, റൈറ്റ്? സോ m ഒരിക്കലും m+1 ഉണ്ടാകത്തില്ല. കാരണം m ഒരു ഇൻറ്റിജർ ആണെങ്കിൽ m+1 അടുത്ത ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ such an m does not exist എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് so that means what? Therefore intersection n is equal to 1 to infinity an should be empty. m അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇങ്ങനൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തേണ്ടി വന്നു, അതായത് അങ്ങനെ ഒരു m എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർസെക്ഷൻ n is equal to 1 to infinity an എന്ന് പറയുന്നത് നൾ സെറ്റാണ്, 5 ആണ്. സോ ദിസ് ഇസ് പ്രൂവ്ഡ്, റൈറ്റ്? ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു 2 കൺസെപ്റ്റും കൂടെ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതി പറഞ്ഞു പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡി മോർഗൻസ് ലോ, റൈറ്റ്? ഡി മോർഗൻസ് ലോ. laws. There are 2 laws which are, okay, what are they? A union B the whole complement is equal to A complement intersection B complement. A intersection B the whole complement is equal to A complement union B complement. So this is all about the preliminaries about set.